ആലപ്പുഴ ജിംഖാനയ്ക്കൊപ്പം വിഷു ചിത്രങ്ങളിൽ മത്സരിച്ച് മുന്നേറി ബേസിലിന്റെ മരണമാസം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന മരണമാസം എന്ന് പറയുന്ന ബേസിൽ ജോസഫ് ചിത്രത്തിന്റെ 12 ദിനമായിട്ടുള്ള ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ട്, അതോടൊപ്പം ചിത്രത്തിന്റെ 12 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ബേസിൽ ജോസഫിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവവാഗതനായ ശിവപ്രസാദ് അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു മരണമാസം എന്ന് പറയുന്ന സിനിമ. വിഷു ചിത്രങ്ങളായിട്ട് ചിത്രം തിയേറ്ററിലോട്ടെത്തി മികച്ച അഭിപ്രായങ്ങൾ നേടി ചിത്രം ഒരു മികച്ച കോമഡി എന്റർടൈനറായിട്ട് മാറിയിട്ടുണ്ട്. മുസ്ലിം കേന്ദ്ര കഥാപാത്രത്തെ ആലപ്പുഴ ജിംഖാന വൻ വിജയമായിട്ട് മാറുന്നുണ്ടെങ്കിൽ മരണമാസം എന്ന് പറയുന്ന സിനിമയെ തകർക്കാൻ സാധിച്ചില്ല. ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ ഒരു സ്റ്റഡി കളക്ഷൻ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. തുടർച്ചയായിട്ടുള്ള 12ാം ദിനവും ഏകദേശം 46 ലക്ഷം രൂപയാണ് ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ 12 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം 11 കോടി പിന്നിട്ടിട്ടുണ്ട്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് ചിത്രം 17 കോടി രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ബേസിലിനോടൊപ്പം തന്നെ സുരേഷ് കൃഷ്ണ, അനീഷ്മ അനിൽകുമാർ, രാജേഷ് മാധവൻ, സിജു സണ്ണി തുടങ്ങിയവരായിരുന്നു ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രം എത്തിയിട്ടുണ്ടായത്. കോമഡിയിൽ കഥ പറഞ്ഞ ചിത്രം എന്തൊക്കെയാണ് തിയേറ്ററിൽ പൊട്ടിച്ചിരി തന്നെ ഉണർത്തുന്നുണ്ട്. ബേസിലിന്റെ വീണ്ടും ഒരു വലിയൊരു വിജയം തന്നെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് വലിയൊരു ബഡ്ജറ്റിലാണ് മരണമാസം ഒരുക്കിയിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ നോക്കുമ്പോൾ ബേസിൽ ചിത്രം മരണമാസം പരാജയമാണെന്ന് അടുത്ത മാസത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കണക്കുകൾ വരുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. എന്തൊക്കെയാണ് കാത്തിരിക്കുക. ആലപ്പുഴ ജിംഖാനേക്കാൾ വലിയ വിജയങ്ങൾ മരണമാസത്തിൽ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി. അപ്പം മരണമാസം എന്ന് പറയുന്ന ബേസിൽ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും.